നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു. വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം. ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം. ഒരിടവേളയ്ക്ക് ശേഷം തൃശൂരിൽ വീണ്ടും ഗുണ്ടാസംഘത്തിന്റെ വിളയാട്ടം. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു. ആവേശം മോഡൽ പാർട്ടി പൊളിച്ച പോലീസിനെതിരെ ബോംബ് ഭീഷണിയുമായി തീക്കാറ്റ് സാജൻ. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത തന്റെ അനുചരന്മാരെ വിട്ടയച്ചില്ലെങ്കിൽ തൃശൂർ കമ്മീഷണർ ഓഫീസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി. തിങ്കളാഴ്ച പുലർച്ചെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഫോൺ ഭീഷണി എത്തിയത്. കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വൻ തിരിച്ചടി. ഇഡി പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഹൈക്കോടതി. 2 മാസം കൊണ്ട് രേഖകൾ പഠിച്ച് നടപടി സ്വീകരിക്കണം. ക്രൈംബ്രാഞ്ച് ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് രേഖകൾ നൽകാനാണ് നിർദ്ദേശം. രേഖകൾ വിട്ടു നൽകിയാലും ഇഡി അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് റിപ്പോർട്ട്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്ന മാതൃകാ പ്രവർത്തനങ്ങളുമായി ജില്ലാ പഞ്ചായത്ത്. ഹരിതകർമ്മസേനയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് മാലിന്യ സംഭരണത്തിന് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടലിന്റെ വികസന മുന്നേറ്റ പാതയിലേക്ക് തോളൂർ പഞ്ചായത്തിനും ഈ ഓട്ടോറിക്ഷ. ഉത്സവ നിറവിൽ കൈമാറ്റ ചടങ്ങ്. അക്കാദമിക് പ്രതിഭകളെ ആദരിച്ച് പഞ്ചായത്ത്. കൊരട്ടിയിൽ വൻ കവർച്ച. റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥന്റെ വീട് കൊള്ളയടിച്ചു. ചിറക്കര പ്രകാശന്റെ വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തിങ്കളാഴ്ച പുലർച്ചെ വീട്ടുകാർ ഗാഠനിദ്രയിലാണ്ട സമയത്തായിരുന്നു കൊള്ള. വീടിന്റെ പുറകുവശത്തെ ജനൽ തകർത്തായിരുന്നു മോഷണം. നഷ്ടപ്പെട്ടത് 18 ലക്ഷം രൂപയുടെ സ്വർണം. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിന്റെ ആവർത്തിച്ചുള്ള സുരേഷ് ഗോപി പ്രകീർത്തനങ്ങളെ ചൊല്ലി ഇടത് മുന്നണിയിൽ പൊട്ടിത്തെറി. മേയർക്കെതിരെ CPI ജില്ലാ സെക്രട്ടറി പരസ്യമായി രംഗത്ത്. രാജിവെച്ച് ഇടത് മുന്നണിയിൽ തുടരണമെന്ന് KK വത്സരാജ്. മേയറുടെ സുരേഷ് ഗോപി ബാന്ധവം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പ്രശ്നം ഇടത് മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. അതുവരെ വത്സരാജിന്റെ ആവശ്യം CPIയുടേത് മാത്രമായി നിലനിൽക്കുമെന്നും CPM സെക്രട്ടറി. വായനാ പക്ഷാചരണം. അക്ഷരങ്ങളുടെ മഹത്വം വാഴ്ത്തിപ്പാടി വായനയുടെ ലോകത്തേക്ക് പുതുതലമുറയെ കൈപിടിച്ച് നടത്തി അവണൂർ പ്രതിഭ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം. 7 ദിനം ലൈബ്രറിയിൽ അക്ഷരസ്നേഹികളുടെ സംഗമം. ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ 90ഓളം കുട്ടികൾ ലൈബ്രറി സന്ദർശിച്ചു. പുസ്തകങ്ങളെ പരിചയപ്പെട്ട് നവസംസ്കാരത്തിന്റെ ഭാഗമായി മികവായി സാഹിത്യ മത്സരങ്ങൾ. പുതുരുത്തി കിഴക്കേക്കര കുളക്കാട് കുളത്തിന് നവമോടി സമ്മാനിച്ച് യുവജന ജനകീയ കൂട്ടായ്മ. ഉപയോഗശൂന്യമായിരുന്ന ജലസ്രോതസ് തിരിച്ചു പിടിച്ച് നാടിന് സമ്മാനിച്ചു. കാലവർഷക്കാലത്ത് ജലസമൃദ്ധിയിൽ വർഷങ്ങൾ പഴക്കമുള്ള കുളം. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് അടക്കം നിരവധി ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ആരോപണം. പൊതുവിതരണ ശൃംഖലയെ ഇല്ലാതാക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. സംസ്ഥാന വ്യാപകമായി റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ദ്വിദിന കടയടപ്പ് സമരം പൂർണ്ണം. തലപ്പള്ളി താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളും അടഞ്ഞു കിടക്കുന്നു. 48 മണിക്കൂർ രാപ്പകൽ സമരത്തിൽ വലഞ്ഞ ജനം. ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം നടക്കുക 10-ാം തീയതി മുതൽ.
ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്ന് വ്യാപാരികൾ. വെളപ്പായ മുളങ്കുന്നത്തുകാവ് മേഖലയിലെ അതിഥി തൊഴിലാളികളുടെ വാസകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. ബീഹാർ സ്വദേശിയായ 19-കാരൻ പിടിയിൽ. യുവാവ് കവർന്നത് 12 മൊബൈൽ ഫോണുകളും 1 ലക്ഷം രൂപയും. അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കോളേജ് പോലീസ്. വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ അത്താണി മാർക്കറ്റുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ കിഫ്ബി പദ്ധതി രേഖ അംഗീകരിച്ചിട്ട് 1 വർഷം. 19.30 കോടി രൂപയുടെ പദ്ധതി ഇപ്പോഴും കടലാസിൽ. കാലവർഷം കനത്തതോടെ ഓട്ടുപാറ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ജനം. പ്രതിഷേധവുമായി കോൺഗ്രസ്. വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർക്കറ്റിനു മുന്നിൽ പ്രതിഷേധ ധർണ. കൈപ്പറമ്പ് പുത്തൂർ ശിവജി സേവാസമിതിയുടെ നേതൃത്വത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ളവർക്ക് ആദരം. SSLC +2 വിജയികൾ. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിനം തൊഴിൽ പൂർത്തിയാക്കിയവർ, സിനിമാ രംഗത്തെ പ്രവർത്തകർ എന്നിവർക്ക് ആദരം. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ദേവൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു.